സഹിക്കാനുള്ള ശക്തി നൽകാതെ ദൈവം നമ്മളെ വലിയ ഭാരം വഹിക്കാനോ വലിയ വേദന വഹിക്കാനോ വലിയ കഷ്ടതകളിലൂടെയോ അനർത്ഥങ്ങളിലൂടെയോ കടന്നു പോകാനോ അനുവദിക്കില്ല. അങ്ങനെ ദൈവം അനുവദിക്കുമ്പോൾ നമുക്ക് ശക്തി കൂടെ തന്ന് സഹിക്കാനുള്ള ബലം കൂടെ തന്നിട്ടേ ദൈവം അതിലൂടെ കടത്തി വിടുകയുള്ളൂ. ദൈവമക്കളുടെ ജീവിതത്തിൽ അതാണ് ദൈവികമായ വലിയ ധൈര്യം എന്ന് പറയുന്നത്. ഇന്നത്തെ ശാലോ സന്ദേശത്തിൽ കർത്താവ് തരുന്ന ആലോചന ഇതാണ്: നിങ്ങൾ ഇന്ന് കടന്നു പോകുന്ന സകല ഭാരമേറിയ വിഷയത്തിലെ അതിനെ വഹിക്കാനും അതിനെ സഹിക്കാനുമുള്ള ദൈവത്തിൻ്റെ അമിതമായ ബലവും കൃപയും നിങ്ങൾക്ക് ദൈവം തരാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ നിരാശപ്പെട്ടു പോകരുത്. ആ കൃപ നിങ്ങൾ ഉൾക്കൊള്ളുമ്പോൾ നിങ്ങൾ സന്തോഷത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാനും ആ ബലഹീനതകളിൽ നിങ്ങൾക്ക് ദൈവത്തെ സ്തുതിക്കാനും പ്രശംസിക്കാനും ദൈവം ഇടതരുന്നു. അപ്പോസ്തലനായ പൗലോസ് താൻ കടന്നുപോയ ഏറ്റവും വലിയ പ്രതിസന്ധിയുടെ സമയത്ത്, ഏറ്റവും വലിയ വേദനയുടെ സമയത്ത് ദൈവസന്നിധി പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയും ദൈവം കൊടുത്ത മറുപടിയും ആ മറുപടിയിൽ അദ്ദേഹം എങ്ങനെ തൃപ്തനായി എന്നുള്ളതും കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 12-ാം അധ്യായം 9-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. അവൻ എന്നോട് എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. ആകയാൽ ക്രിസ്തുവിന്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എൻ്റെ ബലഹീനതകളിൽ പ്രശംസിക്കും. ഹല്ലേലൂയ. അദ്ദേഹം ദൈവസന്നിധി പറയുകയാണ്, ഞാൻ കടന്നു പോകുന്ന ജഡത്തിലെ ശൂലം ഒന്ന് മാറ്റിത്തരണം, സാത്താന്റെ ദൂതന്മാരിട്ട് കുത്തുവാണ്. ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ തന്നെ അത്തരത്തിൽ എങ്ങനെയെങ്കിലും ഒന്ന് മാറിപ്പോയാൽ മതിയായിരുന്നു, എങ്ങനെയെങ്കിലും ഈ പ്രശ്നം ഒന്ന് നീങ്ങിപ്പോയാൽ മതിയായിരുന്നു എന്ന് പ്രയാസപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ചിലരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നുണ്ട്. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് പറയുകയാണ്, ദൈവത്തിന് സകലതും കഴിയും. ദൈവത്തിന് ഒരു കാര്യം അസാധ്യമല്ല. എല്ലാ പ്രതിബന്ധങ്ങളിൽ നിന്നും ദൈവം നിങ്ങളെ വിടുവിക്കുവാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ പ്രതിബന്ധങ്ങളെക്കാൾ വലുതാണ് ദൈവശക്തി എന്നറിയാനും എന്തു പ്രതിബന്ധം വന്നാലും എനിക്കതിനെ ജയിക്കാനുള്ള ദൈവശക്തി ഉണ്ട്, അതാണ് എനിക്ക് വേണ്ടതെന്ന് പ്രാർത്ഥിക്കാനും നമ്മൾ ഒരുക്കമുള്ളവരാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ചുരുക്കത്തിൽ ഓരോ പ്രശ്നം മാറുന്നതിനേക്കാൾ വലുത് എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിക്കാനുള്ള ദൈവിക ശക്തി നമ്മുടെ മേൽ വരുന്നതാണ് ബലം. ഹല്ലേലൂയ. കുഞ്ഞുങ്ങളെയൊക്കെ നമ്മൾ ഓരോ സമയത്തും കൈ പിടിച്ച് നടത്തും. അവർ നടന്നോളാന്ന് പറഞ്ഞാലും നമ്മൾ വിടത്തില്ല, അവരുടെ കൈ പിടിക്കും. എന്നാൽ ഓരോ സമയം കഴിയും തോറും നമ്മൾ അവരുടെ കൈ വിടും, അവര് പ്രാപ്തിയായി കഴിയുമ്പോൾ. ഹല്ലേലൂയ. അപ്പൊ ദൈവം നമുക്ക് ഓവർകം ചെയ്യാനുള്ള ഒരു പ്രാപ്തി, അതാണ് നമുക്ക് വേണ്ടത്. ഇല്ലെങ്കിൽ നമ്മൾ എന്നും നിരാശപ്പെട്ടിരിക്കും, എന്നും മനം കലങ്ങിയിരിക്കും, എന്നും കരഞ്ഞുകൊണ്ടിരിക്കും, വിശ്വാസത്തിൽ വർദ്ധിക്കില്ല. ക്രിസ്തുവിന്റെ സ്നേഹമോ ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന്റെ വളർച്ചയൊന്നും നമ്മിൽ വരില്ല. ഞാൻ ദൈവരാജ്യത്തിൽ പ്രവേശിച്ച വ്യക്തിയാ, എനിക്ക് എന്തുകൊണ്ട് എപ്പോഴും ഇങ്ങനെ വരുന്നു ചോദിക്കത്തില്ല. അവർ പറയും, ഇത് ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം തന്നിട്ടുള്ളതാണ്, ഇതിനെ ജയിക്കാനുള്ള കൃപയും കൂടെ ദൈവം തരുന്നുണ്ട്. അങ്ങനെ ജയിച്ചു പോകുന്നവരാണ് ജീവകിരീടം പ്രാപിക്കുന്നവരും ദൈവത്തിന്റെ കൂടെ വസിക്കുന്നവരും. ഹല്ലേലൂയ. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. പൗലോസിനോട് കർത്താവ് പറയാണ്, നീ ബലഹീനത മാറാൻ വേണ്ടിയല്ല പ്രാർത്ഥിക്കേണ്ടത്, ഇപ്പോൾ നീ അതിന് നടുവിൽ ഞാൻ നിനക്ക് കൃപ തരാം. ആ കൃപയ്ക്കകത്ത് എൻ്റെ ശക്തി നിറഞ്ഞിരിപ്പുണ്ട്. ആ ശക്തി നീ പ്രാപിച്ചാൽ നീ നിന്റെ പ്രശ്നങ്ങളെ ഇനി എന്തു വന്നാലും അതിജീവിക്കുകയും ചെയ്യും. അനേകരുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാനുള്ള ശക്തിയായിട്ട് മാറുകയും ചെയ്യും. ഹല്ലേലൂയ. നമ്മൾ കടന്നു പോകുന്ന എല്ലാ ശോധനയ്ക്കകത്തുനിന്നും ഉയർത്തെഴുന്നേൽക്കാനും പിടിച്ചു നിൽക്കാനുള്ള ദൈവത്തിന്റെ വലിയ കൃപ നമുക്ക് ദൈവം തരാൻ ആഗ്രഹിക്കുകയാണ്. കർത്താവിനോട് പറ, കർത്താവ് എനിക്ക് വേണ്ടത് നിന്റെ കൃപയാ. ഹല്ലേലൂയ. പഴി പറയാതെ പിറുപിറുക്കാതെ എല്ലാറ്റിനെയും നേരിടാനുള്ള കൃപ. പ്രിയമുള്ളവർ, ജീവിതത്തിന്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങളിൽ നമ്മൾ ഒരുപാട് വിപരീതമായ അനുഭവങ്ങളെ നേരിടേണ്ടി വരും. വിപരീതമായ ജീവിതാനുഭവങ്ങൾ, അതും ജീവിതത്തിന്റെ ഭാഗമാണെന്ന് ഉൾക്കൊള്ളാനായിട്ട് കഴിഞ്ഞാലേ നമുക്ക് ജയിക്കാൻ പറ്റുള്ളൂ. കൊരിന്ത്യ ലേഖനത്തിൽ തന്നെ പൗലോസ് 1 കൊരിന്ത്യ ലേഖനം 10-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുക, മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല, ദൈവം വിശ്വസ്തൻ, നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടി അവൻ പോക്കുവഴി ഉണ്ടാക്കും. ഹല്ലേലൂയ.
നമ്മുടെ കപ്പാസിറ്റി ദൈവത്തിന് അറിയാം. ആ കപ്പാസിറ്റി അനുസരിച്ച് മാത്രമേ ദൈവം നമ്മളെ ആ ടെസ്റ്റിലേക്ക് വിടത്തുള്ളൂ. ഹല്ലേലൂയ. നിങ്ങൾ ഇന്ന് ആ പ്രശ്നത്തിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ അത് മാനേജ് ചെയ്യാനുള്ള കപ്പാസിറ്റി ദൈവം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. നമ്മൾ നിരാശപ്പെടാതിരുന്നാൽ മതി. അതിനെ ജയിക്കാനുള്ള ശക്തി തന്നിട്ടുണ്ട്, കൃപ തന്നിട്ടുണ്ട്. നമ്മളതിനെ യൂട്ടിലൈസ് ചെയ്യുമ്പോഴല്ലോ ദൈവ സാന്നിധ്യം നമ്മുടെ മേൽ ഇറങ്ങി വരും. പരിഭവിച്ചോ പിറുപിറുത്തോ അല്ലെങ്കിൽ പിശാച് ആഗ്രഹിച്ചതുപോലെ ഞാൻ റെസ്പോണ്ട് ചെയ്താൽ അവിടെ ദൈവകൃപ എൻ്റെ മേൽ വ്യാപരിക്കില്ല. പൗലോസ് കൊരിന്ത്യർക്ക് ഈ 10-ാമത്തെ അധ്യായത്തിൽ 15-ാമത്തെ അധ്യായത്തിൽ മറ്റൊരു വാക്യം കൂടെ ഞാൻ വായിച്ച് കേൾപ്പിക്കാം. എന്നോടുള്ള 1 കൊരിന്ത്യർ 15-ാം അധ്യായം 10-ാം വാക്യം. എങ്കിലും ഞാൻ ആകുന്നത് ദൈവകൃപയിലാകുന്നു, എന്നോടുള്ള അവന്റെ കൃപ വ്യർത്ഥമായതുമില്ല. അവരെല്ലാവരെക്കാളും ഞാൻ അത്യന്തം അധ്വാനിച്ചിരിക്കുന്നു, എന്നാൽ ഞാനല്ല, എന്നോട് കൂടെയുള്ള ദൈവകൃപ അത്രേ. അപ്പൊ ഞാൻ കൂടുതൽ കർത്താവിന് വേണ്ടി കഷ്ടത സഹിച്ചതും അധ്വാനിച്ചതും എനിക്ക് കൂടുതൽ കൃപ തന്നതുകൊണ്ടാണ്. അപ്പൊ ഞാൻ ആകുന്നത് കൃപയാലാകുന്നു. ഹല്ലേലൂയ. എന്നോടുള്ള അവന്റെ കൃപ വ്യർത്ഥമായില്ല. അപ്പൊ എനിക്ക് കൂടുതൽ കൃപ തന്നു, ആ കൃപയൊന്നും നഷ്ടപ്പെട്ടു പോയില്ല. ഹല്ലേലൂയ. പ്രിയമുള്ളവർ, ദൈവം നമുക്ക് കൂടുതൽ കൃപ തരാൻ ആഗ്രഹിക്കുന്നു. പിടിച്ചു നിൽക്കുവാൻ, മുൻപോട്ട് പോകുവാൻ, ജയിക്കുവാനുള്ള കൃപ. ഹല്ലേലൂയ. അപ്പൊ പ്രശ്നങ്ങളെ കണ്ട് ഒളിച്ചോടുകയോ പ്രശ്നങ്ങൾ വിട്ടുമാറാനായിട്ട് മുട്ടിപ്പായി നിലവിളിക്കുകയല്ല. എന്തു വന്നാലും അതിനെ അതിജീവിക്കുവാനും പിടിച്ചു നിൽക്കുവാനുള്ള ദൈവത്തിന്റെ കൃപ എനിക്ക് വേണം. അപ്പൊ മോശ ദൈവത്തോട് പറയുകയാണ്, എനിക്ക് കൃപ വേണം, എനിക്ക് നിന്റെ മുഖം കാണണം. അപ്പൊ മോശയോട് ദൈവം പറയാണ്, യഹോവ പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം 17-19 ബാക്കി. യഹോവ മോശയോട്, നീ പറഞ്ഞ വാക്കുപോലെ ഞാൻ ചെയ്യും, എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു, ഞാൻ നിന്നെ അടുത്തറിഞ്ഞു വരിക്കുന്നു അരുളി ചെയ്തു. അതിനവൻ, ഞാൻ എൻ്റെ മഹിമയൊക്കെയും നിന്റെ മുൻപാകെ കടക്കുമാറാക്കി യഹോവയുടെ നാമത്തെ നിന്റെ മുമ്പാകെ ഘോഷിക്കും. കൃപ ചെയ്യുവാൻ എനിക്ക് മനസ്സുള്ളവനോട് ഞാൻ കൃപ ചെയ്യും, കരുണ കാണിപ്പാൻ എനിക്ക് മനസ്സുള്ളവന് ഞാൻ കരുണ കാണിക്കും. ഹല്ലേലൂയ. മോശയോട് ദൈവം പറയാണ്, ഞാൻ നിന്നോട് കരുണ തോന്നിയിരിക്കുന്നു, നിന്നെ അടുത്തറിഞ്ഞിരിക്കുന്നു, എൻ്റെ കൃപ ഞാൻ നിന്നെ കാണിക്കും. അങ്ങനെയാണ് ദൈവം മോശയെ, തൻ്റെ സാന്നിധ്യം, ലോകത്തിൽ ആരും ദൈവത്തെ കണ്ടിട്ടില്ല, എന്നാൽ മോശ ദൈവത്തെ കാണുകയാണ്. എന്നാൽ ദൈവത്തിന് മുഖം കാണാൻ പറ്റിയില്ലെങ്കിലും ദൈവം കടന്നു പോകുന്ന ഒരു കാഴ്ച പോലെ മോശയെ ദൈവം കാണിച്ചു കൊടുത്തു. അത് തന്നെ ദൈവം പറയാണ്, ഞാൻ എൻ്റെ കൃപ നിനക്ക് തരും, ആ കൃപയ്ക്കകത്ത് നിന്നോട് ഇത് കാണും. അപ്പൊ പ്രിയമുള്ളവർ, നമുക്ക് വേണ്ടത് ദൈവത്തിന്റെ വലിയ കൃപയാണ്. എല്ലാത്തിനും ജയിക്കും. അത് നിങ്ങളുടെ മേൽ ദൈവം പകരും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം ആ കൃപയ്ക്കകത്ത് ശക്തി നിറച്ചു വെച്ചിട്ടുണ്ട്. ആ കൃപയ്ക്കകത്ത് വരുന്ന ശക്തി നമ്മുടെ ബലഹീനതകളെ ബലമില്ലായ്മയെ അതിജീവിക്കാനുള്ള ശക്തിയാണ്, കരുത്താണ്. ഹല്ലേലൂയ. ആ കരുത്ത് നിങ്ങളെ എല്ലാ പ്രതിബന്ധങ്ങളെയും ജയിക്കാനായിട്ട് നിങ്ങളെ പ്രാപ്തരാക്കും. പ്രിയ കർത്താവേ, ഇന്ന് ഈ വചനം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരില് അവരെത്രമാത്രം കഷ്ടതകളിലൂടെ വേദനകളിലൂടെ കടന്നു പോകുന്നു, അതിനൊക്കെ അതിജീവിക്കാനുള്ളൊരു കൃപ അവരുടെ മേൽ വ്യാപരിക്കണമേ. എന്ത് വന്നാലും എന്ത് പ്രശ്നമുണ്ടെങ്കിലും അതിനെ നേരിടുവാനുള്ള ദൈവിക ധൈര്യം വ്യാപരിക്കണം, അതിനുള്ള കൃപ വ്യാപരിക്കണം. ആ കൃപയിൽ കർത്താവേ നിറഞ്ഞു നിൽക്കുന്ന ദൈവശക്തിയാൽ ഇവരെ നിറയ്ക്കണമേ. ഒരു ജയത്തിന്റെ ജീവിതത്തിനായി ഒരുക്കണമേ കർത്താവേ. എല്ലാ നിരാശകളും പിറുപിറുപ്പുകളും എല്ലാം കർത്താവ് ക്ഷമിക്കണം. അവിടുത്തെ ധൈര്യവും കൃപയും ശക്തിയും പകരണം. വലിയ വിടുതലുണ്ടാകട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഇന്ന് നിങ്ങൾ ദൈവത്തിന്റെ കൃപയിൽ നടത്തും. ദൈവത്തിന്റെ കൃപ കൂടുതൽ ചോദിക്കുക, നിങ്ങൾ സകലത്തെ ജയിക്കാൻ പറ്റും. സകല പ്രതിബന്ധങ്ങൾ ദൈവം വിടുതൽ തരും. സന്ദേശം കുറെ പേർക്ക് ഷെയർ ചെയ്യണം. ഗോഡ് ബ്ലസ് യു. ഹാവ് എ ഗ്രേസ്ഫുൾ ഡേ.